വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 2ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റ് റോബോ ആൻഡ് ഫ്രണ്ട്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഭയങ്കര സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും സിമ്പിളായിട്ട് ക്ലാസ്സിലെടുത്ത് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. കൂടുതൽ വീഡിയോസിന് പ്ലേലിസ്റ്റ് സെക്ഷൻ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നേരെ ഈ ചാപ്റ്ററിലേക്ക് വരാം, റോബോ ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ കഥ തുടങ്ങുന്നതിന് മുൻപായിട്ട് ദ സ്കൂൾ റീ ഓപ്പൺഡ് ആഫ്റ്റർ ക്രിസ്മസ് വെക്കേഷൻ വരില്ല ഡിസംബറിൽ. അതിനുശേഷം സ്കൂൾ വീണ്ടും തുറന്നു. റീ ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും തുറന്നു. ആഫ്റ്റർ ക്രിസ്മസിന് ശേഷം, ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് തുറന്നു. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഡാനി ഡസൻ ലൈക്ക് ഗോയിങ് ബാക്ക് ടു സ്കൂൾ ആഫ്റ്റർ ഹോളിഡേയ്സ്. അപ്പോൾ നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രമാണ് ഡാനി. ഡാനിക്ക് താല്പര്യമില്ല സ്കൂളിൽ പോകാൻ. എപ്പോൾ? ആഫ്റ്റർ ഹോളിഡേയ്സ്. പൊതുവെ കുട്ടികൾ കാണുന്നൊരു കാര്യമാണ് അല്ലേ. ഹോളിഡേയ്സിന് ശേഷം ഡാനിക്ക് സ്കൂളിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. ഡാനി ഡസൻ ലൈക്ക് ഗോയിങ് ബാക്ക് ടു സ്കൂൾ ആഫ്റ്റർ ഹോളിഡേയ്സിന് ശേഷം. ബട്ട് ദിസ് ടൈം, എന്നാൽ ഇത്തവണ, ദിസ് ടൈം ഹി വാസ് ഈഗർ ടു റീച്ച് സ്കൂൾ. ഈഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? താല്പര്യമുണ്ട്. ഈഗർ, ആഗ്രഹമുണ്ട്. ടു റീച്ച് സ്കൂളിലെത്താൻ. സോ താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ഈസ് ഡാനി ഈഗർ ടു ഗോ ടു സ്കൂൾ? ഡാനിക്ക് സ്കൂളിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ താല്പര്യം? ഇതുവരെ താല്പര്യമില്ലാത്ത ആളാണ്, പക്ഷേ ഇപ്പോൾ പോകാൻ ഭയങ്കര താല്പര്യം. എന്താണ് കാര്യം? കുട്ടികളോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. അവരിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇനി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ദ സ്കൂൾ റീ ഓപ്പൺഡ് ആഫ്റ്റർ ദ ഹോളിഡേയ്സ്. ഞാൻ പറഞ്ഞു ക്രിസ്മസ് വെക്കേഷനിൻ്റെ ഹോളിഡേയ്സിന് ശേഷം സ്കൂൾ വീണ്ടും തുറന്നു. ഡാനി റീച്ച്ഡ് ദ സ്കൂൾ ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ. ഡാനി സ്കൂളിലെത്തി. എങ്ങനെ എത്തി? ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ. കണ്ടോ, ഡാനിക്ക് നടക്കാൻ കഴിയുന്ന കുട്ടിയല്ല കേട്ടോ. സോ അവൻ്റെ പുതിയ വീൽ ചെയറിൽ അവൻ സ്കൂളിലെത്തി. ഹായ് ഡാനി, ഹാവ് യു ഗോട്ട് എ വീൽ ചെയർ? നിനക്കൊരു വീൽ ചെയറൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. കുട്ടികൾ ചോദിക്കുക. ഹു ഗേവ് യു ദിസ്? ആരാണ് നിനക്കിത് നൽകിയത്? ചിൽഡ്രൻ ഗാദേർഡ് എറൗണ്ട് ഡാനി. കുട്ടികൾ എന്ത് ചെയ്തു? ഡാനിക്ക് ചുറ്റും കൂടി. ഗാദേർഡ് പറഞ്ഞാൽ കൂടി, ഒരുമിച്ച് കൂടി കുട്ടികളൊക്കെ. എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും. ഡാനിക്ക് ചുറ്റും. ആൻഡ് ഹിസ് വീൽ ചെയർ. അപ്പോൾ ഇത്രയും കാലം വീൽ ചെയർ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിയാണ് ഡാനി സ്കൂളിൽ പോയത്. അതാണ് കാര്യമാണ് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്തത്. പക്ഷേ ഇപ്പോൾ വീൽ ചെയർ ഉള്ളത് കൊണ്ട് അവന് പോകാൻ താല്പര്യമുണ്ട്. ദിസ് ഈസ് നൈസ്. നൈസ് എന്നാൽ അടിപൊളി, നല്ല കാണാൻ രസമുണ്ടല്ലോ എന്ന് പറയാം. ബ്യൂട്ടിഫുൾ, ഹൗ ക്യൂട്ട്, മനോഹരം, അടിപൊളി. ദേ ടച്ച്ഡ് ദ വീൽ ചെയർ ആൻഡ് സെഡ്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വീൽ ചെയറിൽ തൊട്ടിട്ട് പറഞ്ഞു. ഇനി വൈ ആർ ദ ചിൽഡ്രൻ ക്യൂരിയസ്? എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ ക്യൂരിയസ് ആയത്? ഇതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ആഗ്രഹം വന്നത് ഈ വീൽ ചെയറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദ ബെൽ റാങ്. ആ സമയത്ത് ബെല്ലടിച്ചു സ്കൂളിൽ. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദെയർ ക്ലാസ്സസ്. അപ്പോൾ വ്യത്യസ്തമായ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ അങ്ങനെ പോയി. ബെല്ലടിച്ചല്ലോ. ഡാനി, വി ആർ ഗോയിങ് അപ്പ് സ്റ്റേഴ്സ്. അപ്പോൾ സ്കൂളിൽ പല നിലകളുണ്ടാവും അല്ലേ. അപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഈ കുട്ടികൾ. ഞങ്ങൾക്ക് മുകളിലേക്ക് പോവാണ്. വി ആർ ഗോയിങ് അപ്പ് സ്റ്റേഴ്സ്, മുകളിലേക്ക് പോവാണ്. ദർ ഈസ് എ മാജിക് ഷോ. എന്താണ്? ഇപ്പോൾ ഒരു മാജിക് ഷോ മുകളിൽ നടക്കുന്നുണ്ട്. മാജിക് ഷോ. ഡാനി സെഡ്. ഇപ്പോൾ സ്കൂളിൽ പ്രോഗ്രാംസ് പലതും നടക്കും. അപ്പോൾ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ട്. സോ മാജിക് ഷോ. ഡാനി ചോദിച്ചു, മാജിക് ഷോ ഉണ്ടോ? അപ്പോൾ യെസ്, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. നോട്ടീസ് ബോർഡ് നോക്കൂ, അവിടെ മാജിക് ഷോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദേ റാൻ അപ്പ് സ്റ്റേഴ്സ്. കുട്ടികളാണ്, നടക്കല്ല, അവർ ഓടി. കാരണം മാജിക് ഷോ കാണാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് അവർ ഓടി കയറുകയാണ്. ഡാനി സോ എ നോട്ടീസ് ഓൺ ദ വോൾ. അവിടെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. വോൾ, അവിടെ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം, വിൽ ഡാനി ഗോ ടു സീ ദ മാജിക് ഷോ? മാജിക് ഷോ കാണാൻ ഡാനി മുകളിലേക്ക് പോകുമോ? മുകളിലേക്ക് എങ്ങനെയാണ് വീൽ ചെയർ കൊണ്ട് പോകാൻ കഴിയുക? അപ്പോൾ ഇതാണ് നോട്ടീസ് ട്ടോ. എൻജോയ് ദ ഫൺ മാജിക് ഷോ ഓൺ 2nd January അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയം ജനുവരി 2 മാജിക് ഷോ ഉണ്ട്. എൻജോയ് ദ ഫൺ, എല്ലാവരും എൻജോയ് ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസാണ്. അതിങ്ങനെ ഇവന് താഴെ വീൽ ചെയർ എന്നുകൊണ്ട് കാണുകയാണ്. ദ മാജിക് ഷോ ഈസ് ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ.
ഡാനി തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. ഡാനി ചിന്തിച്ചു, മാജിക് ഷോ ഇവിടെ താഴെയല്ല, മുകളിലത്തെ ഫ്ലോറിലാണ്. ഐ വുഡ് ലൈക്ക് ടു വാച്ച് ഇറ്റ്. എനിക്കത് കാണാൻ ആഗ്രഹമുണ്ട്. സാധാരണ ഡാനി മുകളിലെ ഫ്ലോറിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇവിടെ അവന് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പോകും വീൽ ചെയറിൽ? ബട്ട് ഹൗ ക്യാൻ ഐ റീച്ച് ദെയർ? എനിക്കെങ്ങനെയാണ് മുകളിലെ ഫ്ലോറിലേക്ക് പോകാൻ കഴിയുക? ഹീ ഫെൽറ്റ് സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖം. അവനാകെ ദുഃഖമായി. വൈ ഈസ് ഡാനി സാഡ്? എന്തുകൊണ്ടാണ് ഡാനി സാഡ് ആയത്? ബിക്കോസ് ഹി വാണ്ടഡ് ടു വാച്ച് ദ മാജിക് ഷോ ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ, അല്ലേ? മുകളിലത്തെ ഫ്ലോറിലേക്ക് അവന് പോന മാജിക് ഷോ ഉണ്ട്. ഡാനി വാണ്ടഡ് ടു വാച്ച് ദ മാജിക് ഷോ ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ, ബട്ട് ഹീ കാൺട്ട് ഗോ ദെയർ. അവനെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഡാനി വാസ് എലോൺ ഇൻ ദ ക്ലാസ്. എല്ലാ കുട്ടികളും പോയി, ഡാനി ഒറ്റക്കാണ് ക്ലാസ്സിൽ. ഹി വാസ് സാഡ്. അവനാകെ ദുഃഖമായി. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖം. റോബോ നോട്ടീസ്ഡ് ഇറ്റ്. അപ്പോൾ ഇവൻ്റെ വീൽ ചെയർ റോബോട്ടാണ്. അപ്പം റോബോട്ട് ഒരുപാട് കഴിവുണ്ട്, നമ്മളിങ്ങനെ പതുക്കെ കാണാം. അപ്പോൾ റോബോ നോട്ടീസ്ഡ് ഇറ്റ്. റോബോ അത് ശ്രദ്ധിച്ചു. നോട്ടീസ്ഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു. ഹേ ഡാനി, വൈ ആർ യു ഗ്ലൂമി? ഹലോ ഡാനി, വൈ ആർ യു ഗ്ലൂമി സാഡ്? റോബോ ആസ്ഡ്. റോബോ ചോദിച്ചു. അപ്പോൾ ഡാനി പറയാം, ഐ വാണ്ട് ടു വാച്ച് ദ മാജിക് ഷോ. എനിക്ക് മാജിക് ഷോ കാണണം. ബട്ട് ഐ ക്യാൻറ്റ് ക്ലൈം ദ സ്റ്റെയർസ്. എനിക്ക് ഈ സ്റ്റെയർ പറഞ്ഞാൽ ഈ കോണിപ്പടിയാണ്, അത് കയറാൻ കഴിയില്ല. ഐ ക്യാൻറ്റ് ക്ലൈം ബി അതിൽ എഴുതിയിട്ടുണ്ടല്ലേ, CLIMB, കയറുക. പക്ഷെ വായിക്കുമ്പോൾ ബി ഉച്ചരിക്കാൻ പാടില്ല. ക്ലൈം അവിടെ നിർത്തണം, എമ്മിൽ നിർത്തണം, ബി ഉച്ചരിക്കരുത് കേട്ടോ. സോ ഐ ക്യാൻറ്റ് ക്ലൈം ദ സ്റ്റെയർസ്. എനിക്ക് സ്റ്റെയർസ് കയറാൻ കഴിയുന്നില്ല. ജസ്റ്റ് എ മിനിറ്റ് സെഡ് റോബോ പറയാണ്, ജസ്റ്റ് എ മിനിറ്റ്. ഇനി ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? ഇനി എങ്ങനെയാണ് റോബോ ഡാനി ഹെൽപ്പ് ചെയ്യാൻ? നോക്കൂ, നമ്മളെ യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ടാങ്ക്, അല്ലേ? പിന്നെ അത് പോകുന്ന പോലെയാണ് ഇനി പോകുന്നത്. അതിന് അങ്ങനെ പല രൂപത്തിലേക്ക് മാറാൻ റോബോട്ടിന് കഴിയും. സിറ്റ് ഓൺ മീ, എൻ്റെ മേലെ ഇരിക്കൂ എന്ന് ഡാനിയോട് റോബോട്ട് പറഞ്ഞു. ബസ്. എന്താണ് ബസ് എന്ന സൗണ്ട്? റോബോസ് വീൽസ് ടേൺഡ് ഇൻ ടു ചെയിൻ വീൽസ്. സാധാ വീൽസിന് റോബോക്ക് വീൽ ചെയറിൽ അതങ്ങ് മാറി ചെയിൻ വീലായി. കണ്ടോ, ചെയിൻ വീൽസ് ആയി. ദ വീൽ സ്റ്റാർട്ടഡ് റോളിങ് അപ്പ് ദ സ്റ്റെയർസ്. അതിങ്ങനെ ഉരുണ്ട് ഈ കണ്ടോ, ഈ വീൽ റോബോസിൻ്റെ എന്താ പറയുക, ചെയിൻ വീൽസ് ഇങ്ങനെ ഉരുണ്ട് കയറാൻ തുടങ്ങി. ദ വീൽ സ്റ്റാർട്ടഡ് റോളിങ് അപ്പ് ദ സ്റ്റെയർസ്. മുകളിലേക്ക് കയറി. ഇൻ എ മിനിറ്റ് ഡാനി റീച്ച്ഡ് ദ ഫസ്റ്റ് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഡാനി എത്തി. ഹി വാസ് എക്സൈറ്റഡ്. ഭയങ്കര ത്രിൽഡായി ഡാനിക്ക്. ഇതൊരിക്കലും ഡാനിക്ക് എഴുതിയതല്ല ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതെന്ന്. താങ്ക് യു വെരി മച്ച് റോബോ. നന്ദി പറഞ്ഞു റോബോട്ടിന്. ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം, ഡാനി സെഡ്. ഇത്ര കാലമായിട്ട് ഞാൻ ഫസ്റ്റ് ഫ്ലോർ കയറിയിട്ടില്ല. താഴത്തെ നിലയാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറ്, രണ്ടാമത്തെ നിലയാണ് ഫസ്റ്റ് ഫ്ലോറ്, അതിൻ്റെ മുകൾക്ക് സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ തന്നെ പോകും. സോ ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക്, ഇത്ര കാലം ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉണ്ടായിരുന്നത്, കയറാൻ കഴിയാത്തതുകൊണ്ട്. ഐ എം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം, ഡാനി സെഡ്. ഞാൻ ഈ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് എന്ന് പറയുന്നു. ഇനി ചോദ്യം, കുട്ടികളോട് ചോദിക്കാനുള്ളത്, വിൽ ദ ഫ്രണ്ട്സ് സീ ഡാനി ക്ലൈമ്പിംഗ് അപ്പ്? ഡാനിയുടെ മുകളിലേക്ക് വന്നത് ഫ്രണ്ട്സ് കാണുമോ? വാട്ട് വിൽ ദേ സേ? അവരെന്താണ് പറയുക? നോക്കാം. കണ്ടോ, കുട്ടികളൊക്കെ അന്താളിച്ച് നോക്കുകയാണ് റോബോട്ടിനെ. ഹേയ് ഡാനി, ഹൗ ഡിഡ് യു കം ഹിയർ? ദ ചിൽഡ്രൻ ആസ്ക്ഡ്. അപ്പോൾ കുട്ടികളെല്ലാം ഡാനിയെ കണ്ട് അത്ഭുതപ്പെട്ടു. എങ്ങനെ ഡാനി ഇങ്ങോട്ട് കയറി വരും? കുട്ടികളൊക്കെ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഹൗ ഡിഡ് യു കം ഹിയർ? നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ദ ചിൽഡ്രൻ ആസ്ക്ഡ്. ചിൽഡ്രൻ കുട്ടികൾ, ചൈൽഡ് ഒരു കുട്ടി, ചിൽഡ്രൻ കുറേ കുട്ടികൾ. സോ കുറേ കുട്ടികൾ, അതായത് അവിടെയുള്ള എല്ലാ കുട്ടികളും അവനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെ ഇവിടെ കയറി? മൈ റോബോ ടുക്ക് മീ ഹിയർ സെഡ് ഡാനി. ഡാനി പറയാണ്, എൻ്റെ റോബോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ടുക്ക് മീ ഹിയർ, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോബോ, ബട്ട് ഹൗ? റോബോട്ടോ, പക്ഷേ എങ്ങനെ? അവർക്ക് മനസ്സിലാവുന്നില്ല. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ വീൽ ചെയർ. ഇതൊരു വീൽ ചെയർ അല്ല ഞാൻ വന്നത്, അത് റോബോട്ടാണ്. അപ്പോഴാണ് കുട്ടികളെ ഞാൻ അന്തം വിട്ടു. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ വീൽ ചെയർ, ദിസ് ഈസ് എ റോബോട്ട്, ഡാനി സെഡ്. ഡാനി പറഞ്ഞു, അതെന്താണ്? ഒരു റോബോട്ടാണ്. ഹി ക്യാൻ സ്പീക്ക് ടു, അവന് സംസാരിക്കാനും കഴിയും. ഹലോ ഫ്രണ്ട്സ്, ഐ ആം റോബോ. റോബോ വേവ്ഡ് ഇറ്റ്സ് ഹാൻഡ്.
അപ്പോൾ കുട്ടികളോട് റോബോട്ട് പറയാണ് ഐ ആം റോബോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹാൻഡ് ഇങ്ങനെ വേവ് ചെയ്തു, ആട്ടി, കൈകളാട്ടി. സോ ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു പിക്ചർ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം, ഹാവ് യു എവർ സീൻ എ സ്പീക്കിംഗ് റോബോട്ട്? സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, നേരിട്ട് ഒരു സ്പീക്കിംഗ് റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ എന്ന് കുട്ടികളോട് ചോദിക്കാനുള്ളതാണ്. സോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഡാനി ആൻഡ് റോബോ ഹേർഡ് എ ലൗഡ് നോയ്സ് ഫ്രം ദ ഗ്രൗണ്ട്. പെട്ടെന്ന് ഡാനിയും റോബോയും ഹേർഡ് കേട്ടു എ ലൗഡ് നോയ്സ്, ഒരു വലിയ ശബ്ദം, ഫ്രം ദ ഗ്രൗണ്ട്, താഴെ ഗ്രൗണ്ട് എന്ന് കേട്ടു. ദേ സോ സം ചിൽഡ്രൻ ലുക്കിംഗ് അപ്പ് അറ്റ് ദ ബിൽഡിംഗ് ടോപ്പ്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ കുട്ടികളെല്ലാം താഴെ നിന്നുകൊണ്ട് മുകളിലത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ദേ സോ സം ചിൽഡ്രൻ, കുറച്ച് കുട്ടികൾ, ലുക്കിംഗ് അപ്പ്, നോക്കിയിരിക്കുന്നത്, അറ്റ് ദ ബിൽഡിംഗ് ടോപ്പ്, ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്നു. അപ്പോൾ എന്താ കാര്യം? അവർ ക്രിക്കറ്റ് ബോൾ ഫെൽ ഓൺ ദ സൺഷെയ്ഡ്. സൺഷെയ്ഡിൻ്റെ മുകളിൽ എന്താണ്? ക്രിക്കറ്റ് ബോള് വീണിട്ടുണ്ട്. ഫെൽ, വീണു. ദ ചിൽഡ്രൻ സെഡ്, ചിൽഡ്രൻ പറഞ്ഞു. കണ്ടോ, സൺഷെയ്ഡിൻ്റെ മുകളിൽ ക്രിക്കറ്റ് ബോൾ കണ്ടോ അവിടെ കിടക്കുന്നത്? സൺഷെയ്ഡ് അതാണ് കേട്ടോ. അവിടെ വീണുപോയി. അത് അവർക്ക് എങ്ങനെ കിട്ടും? ഹൗ വിൽ ദേ ടേക്ക് ദ ബോൾ? ഇനി അവരെങ്ങനെയാണ് ബോൾ എടുക്കുക? അതിൽ ബാക്കി നോക്കാം. റോബോ, ക്യാൻ യു ഹെൽപ്പ് ദം? റോബോ, നിനക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ? ഡാനി ലുക്ക്ഡ് അറ്റ് റോബോ വിത്ത് എ സ്മൈൽ. പുഞ്ചിരിയോടെ ഡാനി റോബോയെ നോക്കി. അപ്പോൾ റോബോ എന്ത് പറഞ്ഞു? ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ്. ഒരു സൗണ്ട് ഒക്കെ വന്നു. റോബോസ് റൈറ്റ് ഹാൻഡ്, റോബോയുടെ വലത്തെ കൈ, ഗ്രൂ ലോങ്, നീണ്ടങ്ങ് പോയി, നീളത്തിനോട് പോയി. പഴയ കാലത്തൊരു ചുയിങ്കത്തിനൊക്കെ പരസ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് അറിയില്ല. അതിലുണ്ടാവും കൈ, ബൂമറോ അല്ലേ, കൈ അങ്ങ് നീണ്ടങ്ങ് പോകും. എന്ന മാതിരി ഈ റോബോട്ടിൻ്റെ കൈ അങ്ങ് നീണ്ടങ്ങ് പോയി. ഹി ടുക്ക് ദ ബോൾ ഫ്രം ദ സൺഷെയ്ഡ്. എന്നിട്ടോ സൺഷെയ്ഡിൽ നിന്ന് അവൻ ആ ബോൾ അങ്ങ് എടുത്തു. ആൻഡ് ത്രൂ ഇറ്റ് ടു ദ ചിൽഡ്രൻ. കുട്ടികളെ നേരെ ബോൾ എറിഞ്ഞു കൊടുത്തു. ഹിയർ ഈസ് യുവർ ബോൾ, ഇതാ നിങ്ങളുടെ ബോൾ എന്ന് പറഞ്ഞു. വാവ് റോബോ, യു ആർ അവർ ഹീറോ. ഓ, നീ ഞങ്ങളുടെ ഹീറോ ആണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കിട്ടാത്തൊരു കാര്യം റോബോ ചെയ്തു കൊടുത്തു. ദ ചിൽഡ്രൻ ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ്. കുട്ടികൾ എന്ത് ചെയ്തു? ക്ലാപ്പ് ചെയ്തു, കൈയടിച്ചു, ദെയർ ഹാൻഡ്സ്. ഇനി കുട്ടികളോട് ചോദിക്കാനുള്ള ചോദ്യം കേട്ടോ. ഇഫ് യു ഗെറ്റ് എ റോബോട്ട്, നിങ്ങൾക്കൊരു റോബോട്ടിനെ കിട്ടുകയാണെങ്കിൽ, ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നർത്ഥം. നിങ്ങൾക്കൊരു റോബോട്ട് കിട്ടുകയാണെങ്കിൽ വാട്ട് ഹെൽപ്പ് വിൽ യു ആസ്ക് ഹിം ഫസ്റ്റ്? എന്ത് ഹെൽപ്പാണ് നിങ്ങൾ ആദ്യം ചോദിക്കുക? ബാക്കി നോക്കാം. റോബോ ഹെൽപ്ഡ് ഡാനി ഇൻ ഡൂയിങ് മെനി തിങ്സ്. ഒരുപാട് കാര്യം ചെയ്യുന്നതിൽ അങ്ങനെ റോബോ ഡാനിയെ ഹെൽപ്പ് ചെയ്തു. ഹി ടുക്ക് ഡാനി ടു ദ സ്കൂൾ, ഹോസ്പിറ്റൽ, മാർക്കറ്റ് ആൻഡ് എവ്രിവെയർ. റോബോട്ട് ഡാനിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി, ആൻഡ് എവ്രിവെയർ, എല്ലായിടത്തേക്കും കൊണ്ടുപോയി. വൺ ഈവനിങ്, ഒരു ദിവസം വൈകുന്നേരം, ഡാനി വാണ്ടഡ് ടു ഗോ ടു എ ഹിൽ ടോപ്പ്. ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ മലയുടെ മുകൾ ഭാഗം. ഒരു ദിവസം ഡാനിക്ക് മലയുടെ മുകൾ ഭാഗത്തേക്ക് പോവേണ്ടതായിട്ട് വന്നു. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? ഇനി എങ്ങനെയാണ് റോബോ ഡാനിയെ ഹെൽപ്പ് ചെയ്യാം നോക്കാം. അപ്പോൾ റോബോ പറയാ ജസ്റ്റ് എ മിനിറ്റ്. റോബോ സെഡ്, റോബോ പറഞ്ഞു ഒരു മിനിറ്റ്. സൂപ്പ് സൂപ്പ് സൂപ്പ്. ശബ്ദം കണ്ടോ? എന്താ ശബ്ദം? 2 wings popped out from its sides. റോബോട്ടിൻ്റെ 2 സൈഡിലും 2 wings, 2 ചിറകുകൾ, പോപ്ഡ് ഔട്ട്, പുറത്തേക്ക് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു, തള്ളി വന്നു, ചിറകുണ്ടായി. എന്നിട്ടോ ക്ലൈം ഓൺ മൈ ബാക്ക്, എൻ്റെ പിറകിൽ കയറൂ എന്ന് പറഞ്ഞു. സെറ്റ് റോബോ. റോബോ പറഞ്ഞു ഹോൾഡ് ഓൺ ടു മീ ടൈറ്റ്. ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്ക്. ടൈറ്റ് അല്ല, ടൈറ്റായിട്ട് പിടിക്ക്. ഹിയർ വി ഗോ, നമ്മളിതാ പോകുന്നു. സൂം. റോബോ ഫ്ലൂ അപ്പ് വിത്ത് ഡാനി. ഡാനിയും കൊണ്ട് റോബോട്ട് അങ്ങോട്ട് ഫ്ലൂ അപ്പ്, പറന്നങ്ങ് പോയി. ഇതാണ്ടോ പറക്കുന്നത്. വാട്ട് തിങ്സ് വിൽ ഡാനി സീ ഇൻ ഹിസ് ജേർണി? ഇനി എന്തെല്ലാം കാഴ്ചകളാണ് ഡാനി അവൻ്റെ യാത്രയിൽ കാണുക നോക്കാം. റോബോ ആൻഡ് ഡാനി ഫ്ലൂ എബവ് ദ ട്രീ ടോപ്സ്. ട്രീ ടോപ്സ്, മരത്തിൻ്റെ മുകൾ ഭാഗം, ഇലയുടെ ഒക്കെ മുകളിലൂടെ അവർ പറന്നു. ആൻഡ് ഹൗസസ്, വീടിൻ്റെ മുകളിലൂടെ പറന്നു. പീപ്പിൾ വേ മൂവിങ് ലൈക്ക് സ്മോൾ ആൻഡ്സ്. അപ്പം ഒരുപാട് ആകാശത്തിൻ്റെ മുകളിലൂടെ പറക്കുമ്പം, ആകാശത്തിലൂടെ ഉയർന്ന ഭാഗത്തിലൂടെ പറക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ഉറുമ്പുകളെപ്പോലെ, ആൻസ് ആണ് ഉറുമ്പ, ചെറിയ ഉറുമ്പുകളെപ്പോലെയാണ് ആൾക്കാരെ കാണുന്നത്. വി ആർ ഓൺ ദ ഹിൽ ടോപ്പ് സെഡ് റോബോ. അങ്ങനെ റോബോ പറഞ്ഞു ഡാനിയോട്, നമ്മളങ്ങനെ ഹിൽ ടോപ്പിൻ്റെ മുകളിൽ, ഹില്ലിൻ്റെ ടോപ്പിലെത്തി, മലയുടെ മുകളിലെത്തി എന്ന് പറഞ്ഞു. ഹി ഫ്ലൂ ഡൗൺ സ്ലോലി. എന്നിട്ടോ
പതുക്കെ താഴേക്ക് പറന്നു. ദേ സാറ്റ് ഓൺ എ സ്മോൾ റോക്ക് ദർ. എന്നിട്ട് ഹിൽ ടോപ്പിൻ്റെ മുകളിലെത്തി നേരെ ഹിൽ ടോപ്പിലേക്ക് താഴേക്ക് ഇറങ്ങി. ദേ സാറ്റ് ഓൺ എ സ്മോൾ റോക്ക് ദർ. ഒരു ചെറിയ കല്ലുണ്ടായിരുന്നു, അതിൽ അവർ രണ്ടുപേരും ഇരുന്നു. ഇനി വാട്ട് വിൽ ഡാനി ആൻഡ് റോബോ സീ ദർ. ഇനി ഡാനിയും റോബോയും എന്താണ് അവിടെ കാണുക? ഇപ്പോൾ നല്ല മനോഹരമായ സൂര്യനെ കാണാം. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. നല്ല വലിയ കാഴ്ചയുണ്ട്. സൂര്യൻ വലുതായി കാണുന്നു. റെഡ് ബോൾ, ചുവന്ന ബോൾ പോലെ. ബേർഡ്സ് വെർ ഫ്ലൈയിങ് ഇൻ ദി ഓറഞ്ച് സ്കൈ. നല്ല ഓറഞ്ച് കളറുള്ള ആകാശത്ത് ബേർഡ്സ് ഇങ്ങനെ പറക്കുന്നുണ്ട്. വൗ അമേസിങ് എക്സ്ക്ലെയിംഡ് ഡാനി. ഡാനി അത്ഭുതത്തോടെ പറഞ്ഞു അമേസിങ്. ദ റെഡ് ഗ്ലോ ഫ്രം ദ സൺ ഫെൽ ഓൺ ഹിം. ആ ചുവന്ന റെഡ് കളറുള്ള ഗ്ലോ, ആ തിളക്കം, അതായത് സണ്ണിൻ്റെ ആ ഒരു തിളക്കമുണ്ടല്ലോ, ഫെൽ ഓൺ ഹിം. ഇവൻ്റെ ദേഹത്താകെ സൂര്യൻ്റെ പ്രകാശമായി. കാരണം അതിൻ്റെ ആ ഒരു നല്ല ഓറഞ്ച് കളറ് സൂര്യൻ്റെ കളർ ഇവൻ്റെ ദേഹത്ത് വന്നു. ദ സൺ ടച്ച്ഡ് ദ സീ. അങ്ങനെ എന്താണ്, ആ സീയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവാൻ, താഴേക്ക് പോകാൻ. വൈകുന്നേരമായി, അതായത് സൺ സെറ്റാണ് ഈ കാണുന്നത് കേട്ടോ. സീ എന്ന് പറയുമ്പോൾ എന്താണ്, കടലാണ്. കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം, സൺസെറ്റ്. ഇറ്റ് സ്ലോലി വെൻ ഡൗൺ. അങ്ങനെ കടലിലേക്ക് ഇറങ്ങി അങ്ങ് പോയി. വെൻ ഡൗൺ, താഴേക്ക് പോയി. ഡാനി ഹഗ്ഡ് റോബോ ആൻഡ് സെഡ്. അപ്പോൾ ഡാനിക്ക് ഭയങ്കര സന്തോഷം. റോബോനോട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, റോബോ ഡിയർ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഈവനിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഈ വൈകുന്നേരം ഞാൻ മറക്കുകയില്ല. അത്രയും അടിപൊളി വൈബ് ഈവനിങ് ആയിരുന്നു എന്ന് റോബോയോട് ഡാനി പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? ഇതുപോലെ സൺസെറ്റ് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സൺറൈസോ നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അടിപൊളി ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഡാനി ആൻഡ് റോബോ സാറ്റ് ഓൺ ദ ഹിൽ ടോപ്പ്. ഹിൽ ടോപ്പിൽ ഡാനിയും റോബോയും ഇരുന്നു. വാച്ചിങ് ദ ഈവനിങ് സീ. വൈകുന്നേര സമയത്ത് കടൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഡാനി, വാട്ട് ആർ യു തിങ്കിങ്? യു ഹാവ് വൺ മോർ വിഷ്, റൈറ്റ്? അപ്പോൾ ഈ റോബോ ഡാനിയോട് ചോദിക്കുകയാണ്, എന്താണ് ഡാനി നീ ചിന്തിക്കുന്നത്? നിൻ്റെ മനസ്സിലൊരു വിഷ് കൂടെ ഉണ്ട് കേട്ടോ, അല്ലേ? എന്താ പറഞ്ഞോളൂ, റൈറ്റ്? മേ ഐ സേ ദാറ്റ്? അപ്പോൾ റോബോട്ടിന് അത് ചോദിക്കുക പോലും വേണ്ട കേട്ടോ. മേ ഐ സേ ദാറ്റ്, ഞാനേ പറയട്ടെ? ആസ്റ്റ് റോബോ. നിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ട് അല്ലേ? കാരണം ഡാനി ഇങ്ങനെ ചിന്തിക്കുന്ന പോലെ റോബോട്ടിന് തോന്നി. സോ റോബോ പറയാം, നിൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞാലോ? ക്യാൻ യു ആസ്റ്റ് ഡാനി? അത് നിനക്ക് പറയാൻ കഴിയുമോ? ലുക്ക് അറ്റ് മൈ സ്ക്രീൻ. എൻ്റെ സ്ക്രീനിലേക്ക് നോക്ക്. ദ പിക്ചർ ഓഫ് എ ബോട്ട് സെയിലിംഗ് ഇൻ ദ സീ അപ്പിയർഡ് ഓൺ ദ സ്ക്രീൻ. എന്താണ്? അപ്പോൾ ഈ റോബോട്ടിൻ്റെ ഒരു സ്ക്രീനുണ്ട്, TV പോലെ. ആ സ്ക്രീനിൽ തെളിഞ്ഞു ഇവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. എന്താണ് ആഗ്രഹം? എ പിക്ചർ ഓഫ് എ ബോട്ട്, ഒരു ബോട്ടിൻ്റെ പിക്ചറാണ്. സെയിലിംഗ്, യാത്ര ചെയ്യുന്നു. ഇൻ ദ സീ, കടലിൽ. അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു. ഓൺ ദ സ്ക്രീൻ. അപ്പോൾ കടലിൽ യാത്ര ചെയ്യണം എന്നുള്ളതാണ് ഇനി ഇവൻ്റെ ആഗ്രഹം. യു ആർ റൈറ്റ് റോബോ, അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം. വേർ വിൽ റോബോ ടേക്ക് ഡാനി? ഇനി എങ്ങോട്ടാണ് റോബോ ഡാനിയെ കൊണ്ടുപോവുക? നോക്കാം. ഗെറ്റ് അപ്പ്, എണീക്ക്. ക്ലൈം ഓൺ മൈ ബാക്ക്, എൻ്റെ പിറകിൽ കയറി. സെഡ് റോബോ. റോബോ പറഞ്ഞു, എൻ്റെ പുറകിൽ കയറിക്കോ. ഇൻ എ മിനിറ്റ് ദേ റീച്ച്ഡ് ദ സീ ഷോർ. അങ്ങനെ അവർ പറന്ന് സീ ഷോർ, താഴെ കടൽ തീരത്തെത്തി. വേർ എന്താണ് ആ സൗണ്ട്? റോബോ ചേഞ്ച്ഡ് ഹിംസെൽഫ് ഇൻ ടു എ ബോട്ട്. വീൽ ചെയർ ആയില്ലേ, അതുപോലെ തന്നെ പറന്നു. ഇപ്പോൾ ഇതാ ലാസ്റ്റ് ബോട്ടായിട്ട് ഇങ്ങോട്ട് മാറി. ദ ബോട്ട് ലോഞ്ച്ഡ് ഇൻ ടു ദ സീ. ആ ബോട്ട് എന്ത് ചെയ്തു? കടലിലേക്ക് ഇറങ്ങി. ലോഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇറങ്ങി. റോബോട്ട് ബോട്ടായിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഇറ്റ് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിങ് വാട്ടർ അറൗണ്ട്. അതിങ്ങനെ കടലിലൂടെ കുതിച്ചു പോയി. സ്പ്ലാഷിങ്, തെറിപ്പിച്ചു. വാട്ടർ അറൗണ്ട്, ചുറ്റും. കാരണം ബോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വെള്ളം ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും തെറിക്കും. അത് തെറിപ്പിച്ചു. വേർ ആർ ദേ ഗോയിങ് നൗ? അവരെങ്ങോട്ടാണ് പോകുന്നത്? നോക്കാം. ബീപ് ബീപ്. സഡൻലി റോബോസ് ലൈറ്റ് സ്റ്റാർട്ടഡ് ബ്ലിങ്കിങ്. പെട്ടെന്ന് ഇങ്ങനെ പോകുന്നിടയ്ക്ക് റോബോട്ടിൻ്റെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ, മിന്നാൻ തുടങ്ങി. റോബോ, വാട്ട്സ് ഹാപ്പനിങ്? ഡാനി ആസ്റ്റ്. ഡാനി ചോദിച്ചു, റോബോ എന്താ സംഭവിക്കുന്നത്? ഹി ഫെൽറ്റ് എ ജോൾട്ട് ഇൻ ദ ബോട്ട്. ജോൾട്ട് ഒരു കുലുക്കം, എന്തോ ഒരു കുലുക്കം ബോട്ടിലുള്ള പോലെ. പിന്നെ ഇങ്ങനെ ബീപ് ബീപ് സൗണ്ടും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നു. എന്തെനിക്ക് പറ്റിയതെന്ന് ചോദിക്കുക. വാട്ട് ഡസ് ദാറ്റ് ബീപ് സൗണ്ട് മീൻ? ആ ബീപ് സൗണ്ട് എന്തുകൊണ്ടാണ് വന്നത്? നമുക്ക് നോക്കാം അല്ലേ. ബീപ് ബീപ്. ഡാനി ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട്.
ഡാനി ഹേർഡ് കേട്ടു, ഒരു ബീപ്പിംഗ് സൗണ്ട് കേട്ടു. റോബോ വാട്ട് ഹാപ്പൻഡ്, എന്താ സംഭവിച്ചത്? ഡാനി ചോദിച്ചു. ഹി ഡിഡ്ന്റ് ആൻസർ, അപ്പോൾ റോബോട്ട് മിണ്ടറില്ല. ദ ബോട്ട് ടേൺഡ് ആൻഡ് സെയിൽഡ് ബാക്ക് ടു ദ ഷോർ. എന്തോ പ്രശ്നം റോബോട്ടിന് വന്നു, ഈ റോബോക്ക്. അപ്പോൾ റോബോ അത് തിരികെ വേഗം നീന്തല്ല, അങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോന്നു, ബോട്ടായിട്ട് നേരെ പോകുന്നു. ദ ബോട്ട് ടേൺഡ് ആൻഡ് സെയിൽഡ് ബാക്ക് ടു ദ ഷോർ. ഷോർ എന്താണ്? തീരത്തേക്ക് തന്നെ ഇങ്ങോട്ടേക്ക് കുതിച്ചു വന്നു ബോട്ട്. ഐ ആം ടയേർഡ് സെഡ് റോബോ. റോബോ പറഞ്ഞു, ഞാൻ ആകെ ടയേർഡാണ്, ക്ഷീണിച്ചിട്ടുണ്ട്. ഡാനി ഗോട്ട് ഡൗൺ, അതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി. റോബോ ബിക്കെയിം ദ റോബോട്ട് അഗെയിൻ. അതുവരെ ബോട്ടായിരുന്നല്ലോ, ഈ ബോട്ട് മാറി റോബോ ബിക്കെയിം ആയി തീർന്നു ദ റോബോട്ട് അഗൈൻ, വീണ്ടും റോബോട്ടായി. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോ സ്ക്രീൻ. റോബോട്ടിൻ്റെ സ്ക്രീനിൽ ഡാനി ഒരു മെസ്സേജ് കണ്ടു. എന്താണ് ആ മെസ്സേജ്? ബാറ്ററി ലോ. നമ്മൾ ഫോണ്, ലാപ്ടോപ്പ് എല്ലാം ബാറ്ററി അങ്ങ് പോകില്ലേ, സോ ബാറ്ററി ലോ, ഇപ്പോൾ ഓഫ് ആവും, അതാണ് പ്രശ്നം. സോ സിയ ഇവൻ്റെ സിസ്റ്ററാണ് കേട്ടോ, അത് മനസ്സിലാക്കുക. ഡാനിയുടെ സിസ്റ്ററാണ് സിയ വാസ് തിങ്കിങ് അബൌട്ട് റോബോ. ആ സമയത്ത് സിയ എങ്ങനെ റോബോട്ടിനെ കുറിച്ച് ചിന്തിക്കുക. സഡൻലി സിയ ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട് ഫ്രം ഹെർ മദേഴ്സ് മൊബൈൽ ഫോൺ. അപ്പോൾ സിയയുടെയും അതുപോലെ തന്നെ ഡാനിയുടെയും മദർ രണ്ടുപേരും സഹോദരങ്ങളാണ്. സോ ഇവിടെ അമ്മയുടെ മൊബൈൽ ഫോണിൽ ബി സൗണ്ട് ഉണ്ട്. കാരണം അവിടെ റോബോട്ടും ഇതായിട്ട് കണക്ട് ചെയ്തിരുന്ന എന്തെങ്കിലും ആപ്പ് ഉണ്ടാവും. സോ ഈ ആപ്പിൽ ഇങ്ങനെ ബി സൗണ്ട്, കാരണം അതിന് ചാർജ് കഴിയാനാവുകയാണ് എന്നുള്ള ബീപ്പ് സൗണ്ട് കേട്ടു. സിയ ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട് ഫ്രം ഹെർ മദേഴ്സ് മൊബൈൽ ഫോൺ. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. റോബോ എന്തോ ഡേഞ്ചറിലാണ്. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. എ വോയിസ് ഈസ് ഓൾസോ ഹേർഡ് ഫ്രം ദ ഫോൺ. അപ്പോൾ ഫോണിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വരാൻ തുടങ്ങി. റോബോ ഈസ് ഇൻ ഡേഞ്ചർ, റോബോ ഈസ് ഇൻ ഡേഞ്ചർ. ഇനി വാട്ട് വിൽ സിയ ഡു നൗ? ഇനി എന്താണ് സിയ ചെയ്യുക? നമുക്ക് നോക്കാം. Mom, Dad, Robo is in trouble. റോബോക്ക് എന്തോ പ്രശ്നമുണ്ട്, ട്രബിളിലാണ്. ഹെർ മദർ ചെക്ക് ദ ഫോൺ ആൻഡ് സെറ്റ്. അപ്പം അമ്മ എന്ത് ചെയ്തു? നേരെ ഫോൺ ചെക്ക് ചെയ്തു. അമ്മ നേരെ എന്ത് ചെയ്തു? ഫോൺ നേരെ ചെക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സെറ്റ് യു ആർ റൈറ്റ് സിയ, റോബോസ് ബാറ്ററി സ്ലോ. നീ പറഞ്ഞത് ശരിയാണ് സിയ, റോബോയുടെ ബാറ്ററി കുറവാണ്. വേർ ഈസ് ഹി നൗ? സിയ ആസ്ക്ഡ്. അപ്പോൾ സിയ ചോദിച്ചു, അവൻ എവിടെയാണ്? ലുക്ക്, റോബോ ഈസ് അറ്റ് ദ സീ ഷോർ നൗ. റോബോ എവിടെയാണ്? സീ ഷോറിലാണ്, കടൽ തീരത്തുണ്ട് എന്ന് പറഞ്ഞു. ഡാഡ് സെഡ് ലുക്കിംഗ് അറ്റ് ദ ഫോൺ സ്ക്രീൻ. അപ്പോൾ ഡാഡാണ് പറഞ്ഞിട്ടോ, ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി, ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി. എന്നിട്ടോ ഡാഡ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ലുക്കിംഗ് അറ്റ് ദ ഫോൺ സ്ക്രീൻ. യെസ്, അത് സീ ഷോറിലാണ് അതുള്ളത്, റോബോട്ടുള്ളത്. കാരണം അവർ പിക്ചർ നോക്കി പറഞ്ഞു എവിടെയുള്ളതെന്നുള്ളത്, ലൊക്കേഷൻ മനസ്സിലായി. വാട്ട് വിൽ ദേ ഡു നൗ? ഇനി അവരെന്താണ് ചെയ്യുക നോക്കാം. സിയ ആൻഡ് ഹെർ പാരൻസ് ഹറീഡ് ടു ദ സീ ഷോർ. സിയയും അവളുടെ പാരൻസും ഹറീഡ് വേഗത്തിൽ പോയി. എങ്ങോട്ടേക്ക് പോയി? സീ ഷോറിലേക്ക് പോയി, ഈ കടൽ തീരത്തേക്ക് പോയി. ഡാനി വാസ് ക്രൈയിങ്. റോബോട്ട് ആകെ തളർന്നു കിടക്കുക, ഡാനി ആകെ കരയാണ്, അവനാണെങ്കിൽ പോകാൻ കഴിയില്ലല്ലോ. റോബോ വാസ് ലൈയിങ് സ്റ്റിൽ, അനങ്ങാതെ കിടക്കുകയാണ്. ലയിങ് കിടക്കുന്നു, സ്റ്റിൽ അനങ്ങാതെ കിടക്കുന്നു. സിയ റാൻ അപ്പ് ടു റോബോ. സിയ ഓടിപ്പോയി റോബോൻ്റെ അടുത്തേക്ക്. ആൻഡ് ഹഗ്ഡ് ഹിം. അവനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഹഗ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു. ഡോണ്ട് വറി, വി ക്യാൻ ചാർജ് റോബോ സൂൺ. അപ്പം നമുക്ക് ഇവനെ പെട്ടെന്ന് ചാർജ് ചെയ്യാം. ഹെർ ഫാദർ സെഡ്. ഫാദർ പറഞ്ഞു. ഹൗ വിൽ ദേ ചാർജ് റോബോ? എങ്ങനെയാണ് കള്ളത്തീരത്തിട്ടിട്ട് അവന് റോബോട്ടിനെ എങ്ങനെ ചാർജ് ചെയ്യാം നോക്കാം. സിയാസ് ഫാദർ കണക്റ്റഡ് ദ ചാർജർ ടു ഹിസ് കാർ. കാറിൽ നിന്നും ചാർജർ കാറിന് കണക്ട് ചെയ്തു. ആൻഡ് ദേ വെയിറ്റഡ് ദർ. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തു. കാറിന് കണക്ട് ചെയ്തു, ഇങ്ങോട്ട് നമ്മുടെ ഈ റോബോക്ക് എന്ത് ചെയ്തു? ചാർജ് കൊടുത്തു. അങ്ങനെ ചാർജിങ് കംപ്ലീറ്റ്, കാരണം ഫുൾ ചാർജായി. റോബോ സ്ക്രീൻ ബ്ലിങ്ക്ഡ്. എൻ്റെ സ്ക്രീൻ ഇങ്ങനെ തിളങ്ങാൻ തെളിയാൻ തുടങ്ങി. ഹായ്, ഐ എം ഓൾ റൈറ്റ് സെഡ് റോബോ. റോബോ പറഞ്ഞു, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. സിയാസ് ഫാദർ ഡ്രോവ് ഡാനി ആൻഡ് റോബോ ബാക്ക് ടു ദെയർ ഹോം. അങ്ങനെ ഡാനിയെയും റോബോയെയും കാറിൽ കയറ്റിയിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഹായ്, വി ആർ ബാക്ക് ഹോം സെഡ് റോബോ ടു ഡാനി. അങ്ങനെ റോബോ ഡാനിയോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരികെ എത്തി എന്ന് പറഞ്ഞു. താങ്ക് യു സിയ. ഡാനി സ്മൈൽഡ് അറ്റ് ഹെർ താങ്ക്ഫുള്ളി. അങ്ങനെ സിയക്ക് നന്ദി പറഞ്ഞു. ആര്? ഡാനി. കാരണം എന്താണ്? സിയയുടെ ഇടപെടൽ കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? തിരികെ
പിന്നെ വീട്ടിലേക്ക് ഒരു അപകടവും കൂടാതെ എത്തിയത്. ഇനി ഇവിടെ ഒരു ചെറിയ ഒരു കവിത കൂടെ ഉണ്ട്, 4-5 ഉണ്ട്, 2 സ്റ്റാൻസ് നമുക്കതുകൂടെ വായിക്കാം. ഫ്രണ്ട്സ് ഫോർ എവർ, അതാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. യു ആർ മൈ ഫ്രണ്ട് ബെസ്റ്റ് ആൻഡ് ട്രൂ ഈവൻ വെൻ ഐ ആം ഫാർ ഫ്രം യു. അകലെയാണെങ്കിലും നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞത്. വെൻ ഐ നീഡ് ഹെൽപ്പ്, അതായത് എനിക്ക് ഹെൽപ്പ് സഹായം ആവശ്യമുള്ള സമയത്ത് യു ആർ ദർ, നീ അവിടെയുണ്ട്. ട്രീറ്റിംഗ് മീ വിത്ത് ലവ് ആൻഡ് കെയർ, നീ സ്നേഹത്തോടെ കെയറോടെ എന്നെ ട്രീറ്റ് ചെയ്യുന്നു. യു ആർ ഓൾവേസ് ക്ലോസ് ആൻഡ് കൈൻഡ്, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. കൈൻഡ്, നീ എപ്പോഴും ദയവുള്ളവളാണ്. കീപ്പിംഗ് മീ എവർ ഇൻ മൈ മൈൻഡ്, എപ്പോഴും നീ എൻ്റെ മനസ്സിലുണ്ട്. എ ഫ്രണ്ട് ലൈക്ക് യു ഈസ് സച്ച് എ ട്രഷർ, ട്രഷർ എന്ന നിധി. നിന്നെപ്പോലെ സുഹൃത്ത് എനിക്കൊരു നിധി പോലെയാണ് സുഹൃത്ത്. ബീയിങ് വിത്ത് യു ഈസ് എ പ്ലഷർ, നിൻ്റെ ഒപ്പം നിൽക്കുന്നത് സന്തോഷമാണ്. പ്ലഷർ എന്നാൽ സന്തോഷം. സോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.